എനിക്ക് വന്നൊരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം. അവർ ഒരു 48 years old ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ ഗൾഫിലാണ് താമസിക്കുന്നത്. അവർക്ക് 5 മക്കളുണ്ട്. എല്ലാ 5ഉം നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറി ആയി അവരുടെ ഏറ്റവും ഇളയ കുട്ടിക്ക് 15 വയസ്സായി. അപ്പോൾ അതിനുശേഷം മുതൽ അവർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ യൂറിൻ അറിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അവരപ്പോൾ ഗൾഫിലെ ഡോക്ടറെ പോയി കാണിച്ചു. അവർ യൂറോളജിസ്റ്റിനെ കാണിച്ചു. യൂറോളജിസ്റ്റ് സർജറിക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ സർജറി പ്ലാൻ ചെയ്ത സമയത്ത് അവരൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി നാട്ടിൽ വന്നു. ഇവിടുത്തെ പല യൂറോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു സർജറി വേണ്ട, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ മതി, അതുകൊണ്ട് കാര്യം ശരിയാകും. ആ ഒരു 15 വർഷമായി പേഷ്യന്റിന് കീഗിൾ എക്സസൈസ്, അതായത് എക്സസൈസ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്തിട്ടും അവർക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ അവരിപ്പോഴെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥകളിൽ, അതായത് ഫ്ലൈറ്റ് ജേർണി അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ അവർ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. അഡൽട്ട് ഡയപ്പർ യൂസ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ വീട്ടിൽ തന്നെ ഒരു ചെറിയ പണിയൊക്കെ ചെയ്യുമ്പോഴും അവർ തുണി കൊണ്ട് പാഡ് വെച്ചിട്ടാണ് അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ ഒരു സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കാരണം എന്തുമാത്രം ഇഫക്റ്റഡ് ആകുന്നെന്ന് മനസ്സിലാക്കണം. ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന് ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് PRP ഇഞ്ചക്ഷൻ. PRP ഇഞ്ചക്ഷൻ എന്നാൽ പേഷ്യന്റിന്റെ തന്നെ ബ്ലഡ് എടുക്കുകയും ആ ബ്ലഡ് ഘടകങ്ങളായി തരംതിരിക്കുകയും ചെയ്യുന്നു. അതിലെ ഏറ്റവും മേളിലത്തെ ഘടകമായിട്ടുള്ള പ്ലാസ്മ വളരെ നല്ലതാണ്. അതിൻ്റെ അകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് അങ്ങനെ പല പല ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ PRP പ്ലാസ്മ നമ്മുടെ വജൈനൽ ഏരിയ, അതായത് മൂത്രനാളി വരുന്ന ഏരിയയിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസിന് നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്തൻ, ലാക്സിറ്റി അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, റിക്കവർ ചെയ്യാൻ കഴിയും. സർജറി എന്ന് കേട്ടാൽ പേടിച്ചോടുന്ന പല ആൾക്കാർക്കും ഈ PRP ട്രീറ്റ്മെൻറ്റ് ഒരു പുതിയൊരു ഓപ്ഷനാണ്.